ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമനവമി ഏപ്രിൽ 17 ബുധനാഴ്ച. ശ്രീരാമനവമിയാണ്, അതായത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മദിനമാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി തിഥിയിലാണ് ഭഗവാൻ ജനിച്ചത്. ഭഗവാന്റെ ജന്മനക്ഷത്രം പുണർദമാണ്. നമുക്കറിയാം, ചൈത്ര നവരാത്രി നടക്കുകയാണ്. നമ്മളെല്ലാ ദിവസവും പാർവതീദേവിയുടെ ഓരോരോ രൂപങ്ങൾ പ്രാർത്ഥിക്കുന്നു, ദേവിയെ പ്രാർത്ഥിക്കുന്നുണ്ട്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നുണ്ട്. നമ്മൾ വീഡിയോ ഇട്ടിരുന്നതാണ്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, എനിക്കറിയാം. അപ്പോൾ ചൈത്ര നവരാത്രിയുടെ അവസാനത്തെ ദിവസം നവമി, ആ ദിവസമാണ് ഭഗവാൻ ജനിച്ചത്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥി, പുണർദം നക്ഷത്രം, അതാണ് ഭഗവാന്റെ ജന്മനക്ഷത്രം. ഭഗവാന് മധ്യാഹ്നത്തിലാണ് ജനിച്ചത്, അതായത് മധ്യാഹ്ന മുഹൂർത്തം, ഉച്ചയ്ക്കാണ് ഭഗവാന്റെ ജനനം. നമുക്ക് ഭഗവാന്റെ ജനനം ഓർത്ത് പൂജ ചെയ്യേണ്ടുന്ന ആ സമയമെന്ന് പറയുന്നത്, ആ പുണ്യമായ സമയമെന്ന് പറയുന്നത്, പ്രാർത്ഥിക്കേണ്ടുന്ന സമയമെന്ന് പറയുന്നത് രാവിലെ 11:03 AM ടു 1:38 PM. അതായത് രാവിലെ 11:03 മുതൽ ഉച്ചയ്ക്ക് 1:38 വരെയുള്ള 2 മണിക്കൂർ 35 മിനിറ്റ് സമയം. ആ സമയമാണ് മധ്യാഹ്ന മുഹൂർത്തം. ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യമായ സമയമാണ്. ആ സമയത്ത് എല്ലാവരും തന്നെ രാമനാമം ജപിച്ച് പ്രാർത്ഥിക്കണം, ഭഗവാനെ ഓർക്കണം, ഭഗവാന് ജന്മദിന ആശംസകൾ നേരണം. വിഷ്ണു സഹസ്രനാമം ജപിക്കാം, ശ്രീരാമനാമങ്ങൾ ജപിക്കാം, ഹരേ രാമ എന്ന പുണ്യമന്ത്രം ജപിക്കാം. നമുക്കറിയാവുന്ന ശ്രീരാമചന്ദ്രൻ്റെ നാമങ്ങളെല്ലാം തന്നെ നമുക്ക് ജപിക്കാം, ഭഗവാനെ ഓർക്കാം, പ്രാർത്ഥിക്കാം. കാരണം ഒരു നല്ല ഭരണാധികാരിയായിരുന്നു ശ്രീരാമചന്ദ്രൻ, ഒരു നല്ല പുത്രനായിരുന്നു, ഒരു നല്ല ഭരണകർത്താവായിരുന്നു, ഒരു നല്ല സഹോദരനായിരുന്നു, ഒരു നല്ല ഭർത്താവായിരുന്നു. ഇതെല്ലാം ആയിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തെ മര്യാദാ പുരുഷോത്തമൻ എന്ന് പറയുന്നത്. അതായത് ഭഗവാൻ നാരായണൻ പല അവതാരങ്ങളെടുത്തു, ദശാവതാരങ്ങളും എടുത്തു. അതിൽ പൂർണ്ണമായ മനുഷ്യരൂപം പൂണ്ട് അവതാരമെടുത്തത് ശ്രീരാമചന്ദ്രനായിട്ടാണ്. മറ്റുള്ളവരെല്ലാം ഒരുപാട് അത്ഭുത സിദ്ധികളൊക്കെ കാണിച്ചു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ആ ശക്തി സ്വരൂപത്തെയൊക്കെ തന്നെ ഭൂമിയിൽ പല ലീലകളായി അവതരിപ്പിച്ചു. ആ സമയത്ത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചത്. അതായത് എല്ലാ കുറ്റങ്ങളും കുറവുകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാമുള്ള ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ എങ്ങനെയായിരിക്കണം ഒരു പുത്രൻ, എങ്ങനെയായിരിക്കണം ഒരു സഹോദരൻ, എങ്ങനെയായിരിക്കണം ഒരു ഭരണകർത്താവ്, എങ്ങനെയായിരിക്കണം ഒരു ഭർത്താവ് എന്നൊക്കെ നമുക്ക് കാണിച്ചു തന്ന ഒരു ഭരണകർത്താവ്, അതല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അവതാരമാണ് ശ്രീരാമചന്ദ്രൻ. ഈ സമയത്ത് നമ്മളെല്ലാവരും ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഓർത്ത് പ്രാർത്ഥിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണനെ പറ്റി ഓർക്കുമ്പോൾ ശ്രീകൃഷ്ണൻ കാണിച്ച പല ലീലകളും ഇന്നത്തെ സമൂഹത്തിൽ നമുക്ക് ചിലപ്പം ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അന്നത്തെ കാലഘട്ടമാണ് എന്ന് നമ്മൾ പറഞ്ഞ് ഒഴിയും. ഇതെന്താണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഭഗവാന്റെ ലീലകളാണ്, അന്നത്തെ കാലഘട്ടമാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മത്സ്യക്കൂർമ്മ, നരസിംഹ അവതാരങ്ങളെല്ലാം തന്നെ അതാത് കാലഘട്ടങ്ങളിൽ നമുക്കൊരു മിറാക്കിൾ പോലെ തോന്നുന്ന പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും, ഇന്നത്തെ ലോകത്ത് നമുക്ക് എങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രീരാമചന്ദ്രൻ. അതായത് ഒരച്ഛൻ്റെ വാക്ക് എങ്ങനെയായിരിക്കണം ഒരു മകൻ അനുസരിക്കേണ്ടത്, തൻ്റെ അമ്മയെ എങ്ങനെയായിരിക്കണം ഒരു മകൻ സ്നേഹിക്കേണ്ടത്, സഹോദരൻ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ഒരു ഭരണകർത്താവ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമുക്ക് ഇപ്പോഴും ഭഗവാനെ അനുകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അദ്ദേഹം ഒരു അത്ഭുത പ്രവൃത്തിയും കാണിച്ചില്ല. യുദ്ധത്തിൽ പോലും
ഒരു സമയത്ത് അദ്ദേഹം പരാജയപ്പെടുന്ന ഒരവസ്ഥ വന്നു. അവിടെ നിന്നുമാണ് അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ശ്രീരാമചന്ദ്രന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് രാമനവമി പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് അയോധ്യയിൽ ക്ഷേത്രമൊക്കെ വന്ന ഇതായതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ വലിയ വിശേഷമായിട്ടായിരിക്കും ഇത് ആഘോഷിക്കുന്നത്. അയോധ്യയിലൊക്കെ വലിയ വിശേഷമാണ്. ഒരുപാട് പൂജകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ പോസ്റ്റൊക്കെ നമ്മൾ കണ്ടു. വലിയ അന്നദാനവും പൂജകളും വിശേഷങ്ങളും ഒക്കെയാണ് ഇത്തവണ അയോധ്യയിൽ നടക്കാൻ പോകുന്നത്. അയോധ്യ മുതൽ രാമേശ്വരം വരെയുള്ള പ്രദേശങ്ങൾ വലിയ വിശേഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കാം. കാരണം ഈ കാലഘട്ടത്തിൻ്റെ രാജാവാണ് ശ്രീരാമചന്ദ്രൻ. നമ്മൾക്ക് വലിയ ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെ ഓർത്താൽ മതി. കാരണം ഭഗവാൻ അനുഭവിച്ച ദുഃഖത്തിൻ്റെ ഒരംശം പോലും നമ്മളാരും ഇന്ന് അനുഭവിക്കുന്നില്ല എന്ന് നമുക്കപ്പോൾ തോന്നും. അതാണ് രാമനവമിയുടെ പ്രത്യേകത. എല്ലാവരും അന്നേ ദിവസം, അതായത് ഏപ്രിൽ 17-ാം തീയതി ബുധനാഴ്ച രാവിലെ 11:03 മുതൽ ഉച്ചയ്ക്ക് 11:38 വരെയുള്ള പുണ്യമായ സമയം രാമനാമം ജപിച്ച് ഇരിക്കുക. ഹരേ കൃഷ്ണ.